ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ അഭിലാഷങ്ങൾ സഫലീകരിച്ചുകൊണ്ടാണ് രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനസ സരോവർ യാത്രയും നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ധാരണ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 38ാമത് ദേശീയ ഗെയിംസിന് ഡെറാഡൂണിൽ ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ ലഡ്ഡു മഹോത്സവത്തിനിടെ താൽക്കാലിക വേദി തകർന്നു വീണ് 5 മരണം. നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ സഫലീകരിച്ചുകൊണ്ടാണ് രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ ഉത്കർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് ഭുവനേശ്വറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നിർമ്മാണം, സേവനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ മികച്ച പുരോഗതി കൈവരിച്ചതായും ഇതിനായി ഒഡീഷ വലിയ സംഭാവനകൾ നൽകിയതായും അദ്ദേഹം പറഞ്ഞു. തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് ഒഡീഷയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. पूर्वी भारत को देश के विकास का ग्रोथ इंजन मानता हूं और ओडिशा की इसमें एक बड़ी भूमिका है. ओडिशा साउथ ईस्ट एशिया में होने वाले ट्रेड का प्रमुख सेंटर हुआ करता था. यहां के प्राचीन पोर्ट्स एक प्रकार से भारत के गेटवे हुआ करते थे. 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 7500-ലധികം പേർ ഉത്കർഷ് ഒഡീഷ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഒഡീഷയിൽ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നിർമ്മാണ കേന്ദ്രമായി ഒഡീഷയെ മാറ്റാനും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ്. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ധാരണ. മാനസ സരോവർ യാത്രയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നേരിട്ടുള്ള വിമാന സർവീസുകളും ഇതിന്റെ ഭാഗമായി പുനരാരംഭിക്കും. അതിർത്തി മേഖലയിലെ നദികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്പരം കൈമാറാനും തീരുമാനമായി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് ഉപമന്ത്രിയും പങ്കെടുത്ത കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണ. ഇന്ത്യയ്ക്കും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരിത്രപരമായി തന്നെ അടുത്ത ബന്ധം നിലനിൽക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ നടക്കുന്ന റെയ്സീന മിഡിൽ ഈസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, സുരക്ഷ, നിർമ്മാണം ഉൾപ്പെടെയുള്ള പൊതു താൽപര്യ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ഇന്ത്യ താൽപര്യപ്പെടുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. We in the Indian subcontinent and the Middle East are intimately involved with both aspects and should engage with each other in that regard. Now, our conversations may dwell on this border canvas, but our cooperation will naturally have a more specific focus. In this world of change, challenges are best addressed and opportunities ideally exploited by forging a shared agenda and developing a common purpose. And that is exactly what India is trying to do today with nations of the Gulf, of MENA and the Mediterranean. 3 ദിവസത്തെ സന്ദർശനത്തിനായി യുഎഇയിലെത്തിയ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലും പങ്കെടുത്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ബദർപൂർ, കസ്തൂർബ നഗർ മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് ഖോണ്ടയിലും കരാവൽ നഗറിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പട്വർഗഞ്ച് മണ്ഡലത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി കെ എൻ ബാലഗോപാൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മാരിടൈം ലോജിസ്റ്റിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാകാൻ കേരളം തയ്യാറെടുക്കുന്നതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് വിഴിഞ്ഞം കോൺക്ലേവ്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കോൺക്ലേവിൽ ലോകത്തെ വിവിധ കമ്പനികളിൽ നിന്നായി 300 പ്രതിനിധികളും 50-ലധികം പ്രമുഖ നിക്ഷേപകരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 38ാമത് ദേശീയ ഗെയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡെറാഡൂണിൽ ഉദ്ഘാടനം ചെയ്യും. മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഉത്തരാഖണ്ഡിലെ 11 നഗരങ്ങളിലായി ഫെബ്രുവരി 14 വരെയാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. 35 ഇനങ്ങളിലായി 10,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കേരളത്തിൽ നിന്നും 437 കായിക താരങ്ങൾ ഉൾപ്പെടുന്ന 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി ഗെയിംസിൽ പങ്കെടുക്കുന്നത്. രാജ്യാന്തര ബാഡ്മിന്റൺ താരം PS ജീന ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിനായി പതാകയേന്തും. രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ UPI പണമിടപാടുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ 83% വർദ്ധിച്ചെന്ന് റിസർവ് ബാങ്ക്. 2019-ൽ 34% 2024-ൽ 83% ഉയർന്നത്. അതേസമയം RTGS, NEFT, ക്രെഡിറ്റ് കാർഡുകൾ തുടങ്ങിയ മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെയുള്ള പണമിടപാടുകൾ 66%-ൽ നിന്ന് 17% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വളർച്ചയ്ക്ക് UPI വലിയ സംഭാവന നൽകിയതായും RBI റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ ജൈന വിഭാഗക്കാർ സംഘടിപ്പിച്ച ലഡ്ഡു മഹോത്സവത്തിനിടെ താൽക്കാലിക വേദി തകർന്നു വീണ് 5 മരണം. 40ഓളം പേർക്ക് പരിക്കേറ്റു. വേദി തകർന്നു വീണതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായി നാളെ നടക്കുന്ന മൌനി അമാവാസ്യയ്ക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. AI ക്യാമറകൾ ഉൾപ്പെടെ 3000-ഓളം നിരീക്ഷണ ക്യാമറകൾ പ്രദേശത്തുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നടക്കം 50,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിച്ചു. വെള്ളത്തിനടിയിലെ നിരീക്ഷണങ്ങൾക്കായി അണ്ടർ വാട്ടർ ഡ്രോണുകളും ആദ്യമായി വിന്യസിച്ചിട്ടുണ്ട്. മൌനി അമാവാസ്യ ചടങ്ങിൽ പങ്കെടുക്കാൻ 10 കോടിയോളം തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് നെന്മാറയിൽ അയൽവാസികളായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇയാൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള അറക്കമല, പട്ടിമല എന്നിവിടങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെയാണ് കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽവാസികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടി കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. പ്രതിയെ പിടികൂടാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർക്കും പോലീസിനുമിടയിൽ സംഘർഷമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ജംഷഡ്പൂർ FCയെ നേരിടും. രാത്രി 7:30-ന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ട്വന്റി ക്രിക്കറ്റ് മത്സരം രാജ്കോട്ടിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 2 കളികൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ കാരയ്ക്കൽ, നാഗപട്ടണം മേഖലയിൽ നിന്നുള്ള 13 മത്സ്യത്തൊഴിലാളികളെ സമുദ്ര അതിർത്തി ലംഘിച്ചതിന് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർക്ക് വെടിവയ്പിൽ പരിക്കേറ്റതിനെ തുടർന്ന് ജാഫ്നയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. കോങ്കോയുടെ കിഴക്കൻ പ്രദേശത്ത് M23 വിമതർ നടത്തുന്ന പ്രവർത്തനങ്ങളെ UN രക്ഷാസമിതി ശക്തമായി അപലപിച്ചു. വിമതർ വെടിനിർത്തൽ കരാർ പാലിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. കോങ്കോയിലുള്ള UN സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷയിലുള്ള ആശങ്കയും രക്ഷാസമിതി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചരിത്രപരമായ 2ാം വിജയത്തിൽ ശ്രീ മോദി ട്രംപിനെ അനുമോദിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനും ആഗോള സമാധാനത്തിനും വേണ്ടി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന പരിപാടിയെപ്പറ്റിയും നേതാക്കൾ ചർച്ച ചെയ്തു. ICCയുടെ 2024-ലെ മികച്ച വനിതാ ക്രിക്കറ്റർക്കുള്ള റെയ്ച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് ട്രോഫി ന്യൂസിലന്റ് താരം അമേലിയ കെറിന്. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ വോൾവാർഡ്, ശ്രീലങ്കയുടെ ചമരി അത്തപ്പത്തു, ഓസ്ട്രേലിയയുടെ അന്നബെൽ സദർലാൻഡ് എന്നിവരെ മറികടന്നാണ് അമേലിയ കെറിന്റെ നേട്ടം. മലയോര ഹൈവേയുടെ ഭാഗമായ കോഴിക്കോട് കോടഞ്ചേരി കക്കാടം പൊയിൽ റീച്ച് ഫെബ്രുവരി 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. മലയോര ഹൈവേ നിർമ്മാണത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റീച്ചാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ അഭിലാഷങ്ങൾ സബലീകരിച്ചുകൊണ്ടാണ് രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനസ സരോവർ യാത്രയും നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ധാരണ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 38ാമത് ദേശീയ ഗെയിംസിന് ഡെറാഡൂണിൽ ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും.
ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ ലഡ്ഡു മഹോത്സവത്തിനിടെ താൽക്കാലിക വേദി തകർന്നു വീണ് 5 മരണം. നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.